നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രവും വിവാഹ ബന്ധങ്ങളും. കാർത്തിക സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ സമഗ്ര വിവരങ്ങളാണ് ദാമ്പത്യത്തിന് ഏറ്റവും യോജിച്ച പുരുഷ നക്ഷത്രങ്ങൾ, ദശപൊരുത്ത വിശകലനം, ഗ്രഹനില പ്രകാരമുള്ള ദോഷങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വാദോഷം പോലുള്ളവ, വിവാഹ മുഹൂർത്തത്തിനുള്ള ശുഭനിർദ്ദേശങ്ങൾ, ദോഷപരിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. കാർത്തിക നക്ഷത്രം ജ്യോതിഷത്തിൽ തേജസ്സും ഊർജ്ജസ്വലതയും സൂചിപ്പിക്കുന്ന ശക്തമായ സ്ഥാനങ്ങളാണ്. ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലെ അവരുടെ പ്രതികരണ രീതികൾ വിലയിരുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. കാർത്തികയുടെ ഗ്രഹാധിപൻ സൂര്യനും ദേവത അഗ്നിയുമാണ്. സൂര്യൻ്റെ സ്വാധീനം കാരണം ഇവർക്ക് അമിതമായ ആത്മവിശ്വാസം, ലക്ഷ്യബോധം, ശക്തമായ നേതൃഗുണം എന്നിവ ഉണ്ടാകും. അതേസമയം അഗ്നിദേവതയുടെ സാന്നിധ്യം ഇവരെ തീവ്രമായ പ്രതികരണശേഷിയുള്ളവരും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരുമായി മാറ്റുന്നു. മൂർച്ചയുള്ള കത്തി അല്ലെങ്കിൽ ബ്ലേഡാണ് കാർത്തികയുടെ ചിഹ്നം. ഇത് അവരുടെ സംസാരത്തിൽ പോലും വ്യക്തതയും തീവ്രതയും നൽകുന്നു. കാർത്തിക നക്ഷത്രം അസുരഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത് ഭൗതികമായ കാര്യങ്ങളോടും ജീവിത ലക്ഷ്യങ്ങളോടുമുള്ള അവരുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ശക്തമായ ഊർജം ദാമ്പത്യത്തിൽ കലഹങ്ങളും വൈകാരികമായ അകൽച്ചയോ ഉണ്ടാകാതിരിക്കാൻ ശാന്തതയും സ്നേഹവും നൽകുന്ന ഒരു പങ്കാളിയാണ് കാർത്തിക സ്ത്രീക്ക് ആവശ്യം. കാർത്തിക വ്യക്തികൾക്ക് വൈകാരികമായ ഒരു കവചം ഉണ്ടാക്കാറുണ്ട്. ആ കവചം ഭേദിച്ച് സ്നേഹവും വിശ്വാസവും സ്ഥാപിക്കാൻ കഴിയുന്ന പങ്കാളിക്ക് മാത്രമേ അവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കൂ. കാർത്തിക നക്ഷത്രം മേടൻ രാശിയെയും, അതായത് 1-ാം ഭാവം മേടൻ രാശിയിലും ഇടവൻ രാശിയിൽ 2, 3, 4 പാദങ്ങൾ സ്പർശിക്കുന്നതാണ്. ഈ രാശിമാറ്റം കാരണം സ്വഭാവത്തിലും അനുകൂലമായ പരിഹാരങ്ങളിലും വലിയ വ്യത്യാസം വരുന്നുണ്ട്. 1-ാം പാദം ചൊവ്വയുടെ ഭരണത്തിൽ വരുന്നതിനാൽ അഗ്നി ഊർജം കൂടുതൽ തീവ്രമാണ്. ഇവർക്ക് ശസ്ത്രക്രിയ, ആയോധനകല തുടങ്ങിയ കർമ്മങ്ങളിൽ തിളങ്ങാൻ സാധിക്കും. ഈ പാദക്കാർക്ക് വജ്രം ധരിക്കുന്നത് അനുകൂലമല്ല. 2, 3, 4 പാദത്തിൽ ശുക്രന്റെ ഭരണത്തിൽ വരുന്നതിനാൽ ഇവർക്ക് കലാപരമായ കഴിവുകൾ, സംഗീതം, ഡിസൈനിങ്, അഭിനയം തുടങ്ങിയ മേഖലകളിലാണ് താല്പര്യം. ഈ പാദക്കാർക്ക് വജ്രം ധരിക്കുന്നത് അനുകൂലമാണ്. വിവാഹത്തിന് അനുകൂലമായ പുരുഷ നക്ഷത്രങ്ങൾ. കാർത്തിക സ്ത്രീ നക്ഷത്രക്കാർക്ക് യോജിച്ച പുരുഷ നക്ഷത്രങ്ങളെ വിലയിരുത്തുമ്പോൾ പരമ്പരാഗത ദശപൊരുത്ത സമ്പ്രദായം അനുസരിച്ച് അവയെ ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ തരംതിരിക്കുന്നു. 8-ലധികം പൊരുത്തങ്ങൾ ലഭിച്ചാൽ ഉത്തമമെന്നും 6, 7 പൊരുത്തങ്ങൾ മധ്യമമെന്നും 5-ൽ താഴെ പൊരുത്തങ്ങൾ അധമമെന്നുമാണ് കണക്കാക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിന് ഏറ്റവും മികച്ച ദാമ്പത്യ ജീവിതം നൽകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ്. തൃക്കേട്ട കാർത്തിക ഏറ്റവും ഉയർന്ന പൊരുത്തം നൽകുന്ന നക്ഷത്രമാണ്. 76% വരെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അനുഭവസമ്പന്നരായി തോന്നുകയും കാർത്തികയുടെ വൈകാരികമായ പ്രതിരോധ മതിലുകളെ ഭേദിക്കുകയും സന്തോഷം, സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഭരണി 65% പൊരുത്തം കാണിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർ കാർത്തികയെ ആകർഷിക്കുകയും അവരുടെ വൈകാരികമായ ആവശ്യങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള സഹായിക്കുകയും ചെയ്യുന്നു. ഈ ബന്ധത്തിൽ ലൈംഗികമായ ആകർഷണം ശക്തമായിരിക്കും. കാർത്തിക ഇതേ നക്ഷത്രവുമായുള്ള വിവാഹത്തിന് 65% പൊരുത്തം കാണിക്കുന്നത്. ഇത് ആത്മബന്ധവുമായി കണക്കാക്കുന്നു. പരസ്പരം സമാനതകൾ ഉള്ളതിനാൽ ശക്തമായ ദാമ്പത്യം സാധിക്കും. മധ്യമ നക്ഷത്രങ്ങൾ അശ്വതി, ചോതി, അനിഴം, മകയിരം. അധമമായി കാണുന്നത് രോഹിണിയാണ്. ഈ നക്ഷത്രവുമായി 30% പൊരുത്തം കാണിക്കുന്നത്. കാർത്തികയുടെ അധിപനായ സൂര്യനും രോഹിണിയുടെ അധിപനായ ചന്ദ്രനും തമ്മിലുള്ള ജ്യോതിഷപരമായ ശത്രുതയും കാർത്തികയുടെ തീവ്ര സ്വഭാവവും രോഹിണിയുടെ മൃദുല സ്വഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ ബന്ധത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കാൻ കാരണം. ചില പൊരുത്തപ്പട്ടികകളിൽ രോഹിണി, മകയിരം തുടങ്ങിയ നക്ഷത്രങ്ങളെ മധ്യമമായോ ഉത്തമമായോ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം പൊതുവായ ദിനപ്പൊരുത്തം കുറവാണെങ്കിലും അടുത്തടുത്ത രാശികളിൽ വരുന്നതിനാൽ രാശിപ്പൊരുത്തം പോലുള്ള മറ്റ് ഘടകങ്ങൾ ഈ ദോഷങ്ങളെ ലഘൂകരിക്കുന്നു എന്നതാണ്. അതിനാൽ കേവലം നക്ഷത്രപ്പൊരുത്തത്തെ മാത്രം ആശ്രയിക്കാതെ മൊത്തത്തിലുള്ള ജാതക വിശകലനം നടത്തുന്നത് നിർണായകമാണ്. വിവാഹപ്പൊരുത്തം ഉറപ്പാക്കുന്നതിൽ ദശപ്പൊരുത്തം ഒരു നിർണായക മാനദണ്ഡമാണ്. കാർത്തിക സ്ത്രീ നക്ഷത്രക്കാർക്ക് ഓരോ പൊരുത്തവും നൽകുന്ന അനുകൂല ഫലങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. രാശിപ്പൊരുത്തത്തിൻ്റെ പ്രാധാന്യം മറ്റ് പൊരുത്തങ്ങളെ ലഘൂകരിക്കുന്നതിൽ വലുതാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ ഇടവൻ രാശിയിൽ വരുന്നതിനാൽ ശുക്രൻ്റെയും ഭൂമിയുടെയും സ്വാധീനം വരുന്നു. ഇടവൻ രാശിയുമായി യോജിക്കുന്ന രാശികൾ തിരഞ്ഞെടുക്കുന്നത് ദിനപ്പൊരുത്തം പോലുള്ള കുറഞ്ഞാലും ദാമ്പത്യത്തിൽ മൊത്തത്തിലുള്ള ഐശ്വര്യം നൽകും. വിവാഹയോഗവും പ്രായപരിധിയും. കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹം വരാൻ സാധ്യതയുള്ള പ്രായപരിധി അവരുടെ ജനനസമയത്തെ ഗ്രഹനില അല്ലെങ്കിൽ ദശാവതാരങ്ങളുടെ ഗ്രഹനില ഗോചരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ വിവാഹ സമയം പ്രവചിക്കുമ്പോൾ 7-ാം ഭാവം വിവാഹം, പങ്കാളിത്തം എന്നിവയാണ്. 5-ാം ഭാവം പ്രണയം, 9-ാം ഭാവം ഭാഗ്യം, 11-ാം ഭാവം ആഗ്രഹ പൂർത്തീകരണം എന്നീ ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ദശാപകാരങ്ങളാണ് പരിഗണിക്കുന്നത്. വിവാഹത്തിൻ്റെ കാരക ഗ്രഹങ്ങളായ വ്യാഴം, ശുക്രൻ എന്നിവയുടെ ദശകളോ അപഹാരങ്ങളോ നടക്കുമ്പോൾ വിവാഹത്തിന് വളരെ അനുകൂലമായ സമയമാണ്. കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ ദശയിൽ ആരംഭിക്കുന്നതിനാൽ തുടർന്ന് വരുന്ന ചന്ദ്രൻ, ചൊവ്വ, രാഹു ഈ ദശകൾ കടന്ന് വ്യാഴദശയോ ശുക്രൻ്റെ അപഹാരമോ വരുന്ന പ്രായമാണ് വിവാഹത്തിന് കൂടുതൽ അനുകൂലം.
ജ്യോതിഷപരമായ കണക്കുകൾ അനുസരിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹബന്ധം ഉറപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രായപരിധി 23-നും 30 വയസ്സിനും ഇടയിലായിരിക്കും. ജാതകത്തിൽ ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ 7-ാം ഭാവത്തെ ശക്തമായി സ്വാധീനിക്കുകയാണെങ്കിൽ വിവാഹം നീണ്ടുപോകാനും 30 വയസ്സും 34 വയസ്സിനും ഇടയിൽ നടക്കാനും സാധ്യതയുണ്ട്. ശനിദശ കാലതാമസം വരുത്തുന്നുണ്ടെങ്കിലും ദീർഘകാല പ്രതിബദ്ധതയും സ്ഥിരതയും നൽകുന്നു. നിങ്ങളുടെ കൃത്യമായ വിവാഹ സമയം അറിയുന്നതിന് വ്യക്തിഗത ജാതക വിശകലനം ചെയ്യുകയും ദശാപഹാരങ്ങൾക്കൊപ്പം ഗ്രഹങ്ങളുടെ ഗോചരവും പരിഗണിക്കേണ്ടതുണ്ട്. ഗ്രഹനില പ്രകാരമുള്ള ദോഷ വിശകലനം. പൊതുവായ നക്ഷത്രപുരത്തിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വ്യക്തിയുടെയും ഗ്രഹനില പ്രകാരമുള്ള ദോഷങ്ങൾ, ഉദാഹരണത്തിന് ചൊവ്വാദോഷം, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ചൊവ്വ ജാതകത്തിലെ 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നത് ചൊവ്വാദോഷമായി കണക്കാക്കുന്നു. ഈ ദോഷം ദാമ്പത്യത്തിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വേർപിരിയൽ അല്ലെങ്കിൽ പങ്കാളിക്ക് ആപത്ത് എന്നിവയ്ക്ക് കാരണമാകാം എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നിരുന്നാലും ദക്ഷിണേന്ത്യയിൽ ഈ ദോഷത്തെ അമിതമായി ഭയക്കുകയും യോജിച്ച പല ബന്ധങ്ങളെയും ഇത് തകർക്കുകയും ചെയ്യുന്നതായി നിരീക്ഷിക്കുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിലെ ചൊവ്വാദോഷ കാരണം. ചൊവ്വാദോഷം ജാതകത്തിൽ ഉണ്ടെങ്കിൽ പോലും കാർത്തിക നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ഇളവുകൾ ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 1-ാം പാദത്തിലെ ഇളവ്. കാർത്തിക, അശ്വതി, മകയിരം, മകം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ പിറന്ന ദമ്പതികൾ 1-ാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ പൊതുവായ ജന്മരാശി, നക്ഷത്രം, പാദം എന്നിവ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ റദ്ദാക്കപ്പെടുന്നതായി കാണുന്നു. കാർത്തികയുടെ 1-ാം പാദം ചൊവ്വയുടെ സ്വന്തം രാശിയായ മേടത്തിൽ വരുന്നതിനാൽ ചൊവ്വയുടെ സ്വാധീനം ദോഷകരമാവാതെ സംരക്ഷണ സ്വഭാവം നൽകാൻ ഇടയുണ്ട്. ചൊവ്വ നിൽക്കുന്ന ദോഷഭാവങ്ങളിലേക്ക് ശുക്രൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ബന്ധമോ വന്നാൽ ചൊവ്വാദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ ശുക്രൻ്റെ ഇടവൻ രാശിയിൽ വരുന്നതിനാൽ ശുക്രൻ്റെ സ്വാധീനം ഈ ദോഷത്തിൻ്റെ തീവ്രതയെ ലഘൂകരിക്കാനും പങ്കുവഹിക്കുന്നു. ഗ്രഹനിലയിലെ ഈ വ്യത്യാസങ്ങൾ പൊതുവെ നക്ഷത്രപുത്ത പട്ടികയിൽ നിന്ന് ലഭിക്കാത്ത സൂക്ഷ്മമായ ഫലങ്ങളായിട്ടാണ് നൽകുന്നത്. കാർത്തിക സ്ത്രീ നക്ഷത്രക്കാർക്ക് വിവാഹം നടത്താൻ പൊതുവായി അനുയോജ്യമായ മുഹൂർത്ത ഘടകങ്ങൾ നക്ഷത്രത്തിൻ്റെ സ്വഭാവം പരിഗണിച്ച് ഇവിടെ നൽകുന്നുണ്ട്. കൃത്യമായ മുഹൂർത്തം നിർണ്ണയിക്കുന്നതിന് ജാതകൻ്റെ ജനന വിവരങ്ങൾ, വിവാഹ സ്ഥലം, നിലവിലുള്ള ദശാപഹാരങ്ങൾ എന്നിവ പരിഗണിച്ച് മുഹൂർത്ത വിദഗ്ധനെ സമീപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മംഗല്യ ദോഷ പരിഹാര മാർഗങ്ങൾ. വിവാഹ സംബന്ധമായ ദോഷങ്ങൾ, അതായത് മംഗല്യദോഷം, നക്ഷത്രദോഷം ഇവയുണ്ടെങ്കിൽ അവ ലഘൂകരിക്കുന്നതിനാവശ്യമായ പൊതുവായതും കാർത്തികയ്ക്ക് പ്രത്യേകമായതുമായ പരിഹാര മാർഗങ്ങളുണ്ട്. കാർത്തികയുടെ നക്ഷത്രാധിപനായ സൂര്യനെയും ദേവതയായ അഗ്നിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് പ്രധാനമായും അനുഷ്ഠിക്കേണ്ടത്. അഗ്നിദേവനെ ആരാധിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വീട്ടിൽ ദിവസേന നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അഗ്നി ഊർജം ശരീരത്തിൽ ആവാഹിക്കുക എന്നതാണ് ഒരു ലഘുവായ പരിഹാര മാർഗമായി ഇത് കണക്കാക്കാം. സൂര്യോപാസന. കാർത്തികയുടെ അധിപൻ സൂര്യനായതിനാൽ സൂര്യൻ്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് ഉത്തമമാണ്. മാണിക്യം ഞായറാഴ്ച രാവിലെ 5-9 സ്വർണം അല്ലെങ്കിൽ മഞ്ഞ ലോഹത്തിൽ മോതിരവിരലിൽ ധരിക്കണം. സൂര്യമന്ത്രം 108 തവണ ചൊല്ലുന്നത് ശുഭകരമാണ്. പൊതുവായ ദോഷപരിഹാരങ്ങൾ. മംഗല്യദോഷം, നക്ഷത്രദോഷം എന്നിവയ്ക്ക് പൊതുവായ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ഇവയൊക്കെയാണ്. ചൊവ്വാഴ്ച വ്രതം പോലുള്ള ദോഷം കുറയ്ക്കുന്ന ഗ്രഹത്തിൻ്റെ ദിവസം മാത്രം അനുഷ്ഠിക്കുന്നത്. ദോഷത്തിന് കാരണമായ ഗ്രഹത്തിൻ്റെ മന്ത്രം 108 തവണ ജപിക്കുക. നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. നാഗദോഷം ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ നാഗപൂജകൾ ചെയ്യാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൂര്യൻ്റെയും അഗ്നിയുടെയും സ്വാധീനത്താൽ ശക്തമായ വ്യക്തിത്വവും നേതൃത്വ ഗുണവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഈ തീവ്ര സ്വഭാവം സന്തുലിതമാക്കാൻ തൃക്കേട്ട, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ഏറ്റവും ഉത്തമമാണ്. പൊതുവായ നക്ഷത്രപുരത്തിൽ നിന്ന് വ്യത്യസ്തമായി കാർത്തിക നക്ഷത്രത്തിൻ്റെ പാദങ്ങൾക്കനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്വാധീനം മാറുന്നത് രത്നങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പോലും നിർണായകമാണ്, പ്രത്യേകിച്ച് വജ്രം ധരിക്കുന്നതിനാൽ. കൂടാതെ ചൊവ്വാദോഷം പോലുള്ള ഗുരുതര ദോഷങ്ങൾ കാർത്തിക 1-ാം പാദക്കാർക്ക് പലപ്പോഴും ഇളവുകളോടെ വരുന്നു എന്ന വസ്തുത വിവാഹത്തിന് മുൻപുള്ള ഭയം കുറയ്ക്കാൻ സഹായിക്കുന്നതാണിത്. വിവാഹ മുഹൂർത്തം നിശ്ചയിക്കുന്നതിലും ദശാപകാരങ്ങൾ വിലയിരുത്തുന്നതിലും വിദഗ്ധമായ ഉപദേശം തേടുന്നത് വിജയകരമായ ദാമ്പത്യത്തിന് അത്യന്താപേക്ഷിതമാണ്.